അസ്സലാമു അലൈക്കും. മാന്യ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ നാട്ടിലും, അതായത് പഠന നാട്ടിൽ മറ്റ് സ്ഥലങ്ങളിലും ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ക്യാമുൽ ലൈലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. ക്യാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പള്ളിയിൽ ത്രാവി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പാതിരാ സമയത്ത് ജമാഅത്തായിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന നമസ്കാരം, അതായത് അതാണ് ക്യാമുൽ ലൈൽ എന്ന് പറയുന്നത്. ആ നമസ്കാരം മുൻകാലങ്ങളിൽ നമ്മുടെ കേരളക്കരയിൽ ഇങ്ങനെ വ്യാപകമായിട്ടൊന്നുമില്ല. അങ്ങനെ നമസ്കരിച്ചതായിട്ട് സംഭവം വളരെ കുറവാണ് നമ്മുടെ നാട്ടിലും പടനയിലും. അതായത് ഏകദേശം എൻ്റെ അറിവിൽ ഒരു 3-5 വർഷക്കാലമായിട്ട് നമ്മുടെ മുസാജിമുക്ക് സലഫി പള്ളിയിൽ ഇത് തുടക്കം കുറിച്ചതാണ്. ഇപ്പോഴും കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. അപ്പം ഈ നാട്ടിൽ നടക്കലോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിൽ നടക്കലോ അതല്ല നമ്മുടെ പ്രമാണം. നമ്മുടെ പ്രമാണം എന്താണെന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ത് പറയുന്നു, സഹിയ ഹദീസ് എന്ത് പറയുന്നു, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ത്രാവീ നമസ്കാരം എന്ന് പറഞ്ഞാലും ക്യാമുൽ ലൈൽ നമസ്കാരം എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും സംഭവമെല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിനങ്ങളിലും നമസ്കരിക്കുന്ന നമസ്കാരമാണ് 11 റക്അത്ത്. അത് ദീർഘമായി അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കും. രാത്രികളിൽ മുഴുവൻ രാത്രികളിലുമായി നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഈ 11 റക്അത്ത്. അത് റംസാൻ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചിട്ട് കൂട്ടമായി നമസ്കരിച്ചു. അങ്ങനെ സഹാബികൾ വർദ്ധിച്ചു വന്നു. പിന്നീട് അല്ലാഹുവിൻ്റെ റസൂലിന് ഒരു ഭയം തോന്നി. അതായത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയേക്കുമോ എന്ന് സംശയം കൊണ്ട് 3 ദിവസം വരെക്കും അല്ലാഹുവിൻ്റെ റസൂൽ അത് നിർവഹിച്ചു. ശേഷം പ്രവാചകൻ അത് നിർവഹിക്കാൻ വന്നിട്ടില്ല. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ സന്ദർഭങ്ങളിലോ മറ്റേ ഖലീഫമാർ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അതായത് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളെ ഒറ്റക്കൊറ്റക്കായി നമസ്കരിക്കുന്നത് കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാ ഇപ്പോൾ ഈ ഒറ്റക്കൊറ്റക്കായിട്ട് ഇങ്ങനെ നമസ്കരിക്കുന്നത്? ഉബൈ ബിൻ ഖൈബിനോട് പറഞ്ഞു, ജമാഅത്താക്കിയിട്ട് നമസ്കരിക്കും. അത് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തന്നെ പോയി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിർവഹിച്ചിട്ടില്ല, വീട്ടിൽ നിന്നാണ് നമസ്കരിച്ചത്. അതേ സമയത്ത് നമ്മുടെ ഈ സുന്നികൾ പറയുന്നത് അവർക്കും അതായത് 11 റക്അത്ത് തന്നെയാണ് വിശ്വാസമുള്ളത്. നാമധാരികളായ സുന്നികൾക്കും ആയിഷ റളിയല്ലാഹു അൻഹ സഹിയായ ഹദീസാണ് 11 റക്അത്ത് മാത്രമേ പ്രവാചകൻ നമസ്കരിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അത് സുന്നികളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ നജീം മൗലവി അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ കേൾക്കാനും കഴിഞ്ഞു. നജീം മൗലവി എന്നാണ് വല്ല ഷിർക്കിൻ്റെ ആളാണ്, എങ്കിലും സംസ്ഥാന സംഘടനയുടെ ഇതാണ്, മറ്റേ ഈ സമസ്തയൊന്നും അല്ല അദ്ദേഹം. അതേ സമയത്ത് ഇത്ര വിശ്വാസം സുന്നികളിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ട് അനുസരിച്ച് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് 20 റക്അത്താണ്. ഉമർ റളിയല്ലാഹു 20 നമസ്കരിച്ചത്. അത് റിപ്പോർട്ട് ചെയ്യുന്നത് യസീദ് ബിൻ റുമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്
അദ്ദേഹം പറഞ്ഞ് ജനങ്ങൾ നിസ്കരിച്ചെന്നും പറയുന്നുണ്ട്. ഈ സുന്നികൾ, നാമധാരികളായ സുന്നികൾ 20 നിർവഹിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അങ്ങനെ 20 നമസ്കരിച്ചിട്ടില്ല. ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊരു വിഷയവും നമുക്ക് സംഘടനയോ മറ്റൊന്നല്ല നമ്മളിവിടെ നോക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാലും ഏത് ഹോജ പറഞ്ഞാൽ, ഏത് പണ്ഡിതൻ പറഞ്ഞാലും നമ്മൾക്ക് പ്രമാണം പരിശോധിക്കണം. പ്രമാണം എന്ത് പറയുന്നു, അള്ളാഹുവിൻ്റെ കലാം എന്ത് പറയുന്നു, സഹിയായ ഹദീസ് എന്ത് പറയുന്നു, അതാണ് നാം ഇവിടെ പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ സംഘടന ഇന്നത് പറഞ്ഞു, മറ്റേ സംഘടന ഇന്നത് പറഞ്ഞു, ഇന്നാൾ ഇന്നത് പറഞ്ഞു, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കാൻ നമ്മളിപ്പോൾ അതൊക്കെ എങ്ങനെയാണ് പഠിച്ച് നമ്മളെങ്ങനെ അവർ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ്. ഇപ്പം ധാരാളം വേദി മനസ്സിലാക്കാനൊരു വേദിയുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഏറ്റവും ധാരാളക്കണ വേദിയുണ്ട്. ഇപ്പം പറയാം സംഘടനാപരമായിട്ട് ഇപ്പം KNM കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെല്ലാം അംഗീകരിക്കാൻ പറ്റൂല. കാരണം KNM വിശ്വാസം പരിക്കും എന്നുള്ളതാണ്. നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഖുർആന് വിരുദ്ധമാണത്. അതേമാതിരി കണ്ണേറ് പലിക്കുമെന്നും പലിക്കുമെന്നും പ്രവാചകനെ ബാധിച്ചിട്ടുണ്ടെന്നും പലിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെയൊക്കെ പറയുന്നവർ KNM എല്ലാവരുമില്ല, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നീട് സൃഷ്ടികളിൽ ബർക്കത്തെടുക്കൽ, ഇതൊന്നും പ്രമാണത്തിന് വിരുദ്ധമാണ്. ഖുർആന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എടുക്കുകയില്ല. എന്തുണ്ടെങ്കിലും ഖുർആൻ ആദ്യം പരിശോധിക്കണം. അതെനിക്ക് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എടുക്കുകയില്ല. അതെല്ലാവരും അംഗീകരിക്കും. പറഞ്ഞ സുന്നികളും അംഗീകരിക്കും. പക്ഷെ അവർ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഖുർആൻ അംഗീകരിച്ച എന്നിട്ട് വേണ്ടേ. പക്ഷെ പേര് ഞങ്ങൾ എന്നൊക്കെ പറയും. നമ്മുടെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ഒരു 10 വർഷം മുമ്പ് നമ്മുടെ സമസ്ത സെക്രട്ടറി ചതുശ്ശേരി ഉസ്താദിൻ്റെ ഭവനത്തിൽ പോയി ഞാൻ സംസാരിച്ചിരുന്നു. ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഖുർആന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എടുക്കുകയില്ല എന്ന്. അപ്പം പറഞ്ഞു, ആരാ പറഞ്ഞെടുക്കണമെന്ന്. അപ്പം അവർക്കും ഇതറിയാം. അപ്പം നാം ഇവിടെ അങ്ങനെ ഇൻഷാ അല്ലാഹ് വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് കുറേ ഉണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ സംസാരം കൂടുമ്പോൾ കേൾക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്നു. സത്യം ലോകജനക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ 2 പ്രാവശ്യം ജമാഅത്താക്കി നിന്ന് അങ്ങനെ ഒന്നില്ല. ഉമർ റളിയല്ലാഹുവിനും അങ്ങനെ റിപ്പോർട്ടില്ല. ഇനി നമുക്കിപ്പം രാത്രി സമയങ്ങളിൽ നമ്മൾ ആ ത്രാവിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വെച്ചിട്ട് തഹജ്ജുദ് സാധാരണ നിസ്കരിക്കുന്നവരാണെങ്കിലും വീട്ടിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് നമസ്കരിക്കാം. അത് വളരെ ഖൈർ. എന്നിട്ട് അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഏറ്റവും ഖൈർ വീട്ടിൽ നിന്ന് തന്നെയാണ്. നമുക്കഥവാ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിക്കേണ്ടത്. ഈ റമദാൻ മാസം ആകുമ്പോൾ നമുക്ക് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ട് ഏറ്റവും വലിയ ഖൈർ വീട്ടിൽ നിസ്കരിക്കരുത്. ഇൻഷാ അല്ലാഹ്.